എല്ലാവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് NIOS +2 പൊളിറ്റിക്കൽ സയൻസിലെ 4ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 4ാമത്തെ അധ്യായം വളരെ മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ്. അതെന്താ മനസ്സിലാക്കേണ്ട അധ്യായം എന്ന് പറഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മേജർ പൊളിറ്റിക്കൽ തിയറീസ്. എന്താണ് മേജർ പൊളിറ്റിക്കൽ തിയറീസ്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. പൊളിറ്റിക്കൽ സയൻസിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെയാണ്? വാട്ട് ആർ ദ മേജർ പൊളിറ്റിക്കൽ തിയറീസ്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലിബറലിസം, മറ്റൊന്ന് മാർക്സിസം, മൂന്നാമതായി പറയുന്നത് ഗാന്ധിസം. ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം, ഈ 3 വിഷയങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 3 പോയിന്റുകളാണ് അല്ലെങ്കിൽ ഈ 3 പ്രധാനപ്പെട്ട തിയറികളാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ പറയും. അപ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റുകൾ അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ച് മനസ്സിലാക്കി വെക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ലിബറലിസം, എന്താണ് ഗാന്ധിസം, എന്താണ് മാർക്സിസം, ഈ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്താണ് ലിബറലിസം? സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന ലിബർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലിബറലിസത്തിന്റെ ഉത്ഭവം. സ്വാതന്ത്ര്യം എന്നതാണ് ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് സർവോദയ എന്നാൽ എന്ത്, അതുപോലെ തന്നെ ബൂർഷ്യ എന്നാൽ എന്ത്. ഇത് രണ്ടും ഈ ചാപ്റ്ററിലുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ലിബറലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് ലിബറലിസത്തിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് ലിബറലിസത്തിന്റെ ന്യൂനതകൾ? സാമൂഹിക നന്മയുടെ യാതൊരുവിധ അംശവും അത് നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? ലിബറലിസത്തിൽ കാണാൻ കഴിയുകയില്ല. പൊതുക്ഷേമമായിരിക്കണം ഒരു ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യം എന്ന ലിബറലിസത്തിന് അങ്ങനെയൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു ഗവൺമെന്റിന്റെ സിദ്ധാന്തമായിട്ട് പരിഗണിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ് ഗാന്ധിസം, എന്താണ് ലിബറലിസം, എന്താണ് മാർക്സിസം. ഈ 3 പോയിന്റ്, അത് 3ഉം ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട, ഈ ചാപ്റ്റർ ടോട്ടലി ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്റ്റാണ്. ഇനി ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ മാർക്സിസം. മാർക്സിസത്തെ കുറിച്ച് വിശദീകരിക്കാൻ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ കാല ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയും, തീർച്ചയാണ്. എന്താണ് മാർക്സിസം? മാർക്സും എംഗൽസും കൂടി രൂപം കൊടുത്ത സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണ് ഇത് മാർക്സിസം അഥവാ ശാസ്ത്രീയ സോഷ്യലിസം എന്നറിയപ്പെടുന്നത്. ഈ മാർക്സിസത്തിന് ചില പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ചരിത്രത്തിന്റെ ഭൗതികവാദം. ഏതാണ്? ചരിത്രത്തിന്റെ ഭൗതികവാദം. രണ്ടാമതായി പറയുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ഏതാണ്? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. മൂന്നാമതായി പറയുന്നത് വർഗസമരം. ഏതാണ്? വർഗസമരം. നാലാമതായി പറയുന്നത് മിച്ചമൂല്യ സിദ്ധാന്തം. അഞ്ചാമതായി പറയുന്നത് രാഷ്ട്രത്തിന്റെ അധപ്പതനം. 6 പറയുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യനെ മഴക്കുന്ന കറുപ്പാണ്. മറ്റൊന്ന് തൊഴിലാളി വർഗ സർവാധിപത്യം. ഇതാണ് മാർക്സിസത്തിന്റെ പ്രധാന തത്വങ്ങൾ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്.
ഇനി ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഗാന്ധിസം. ഗാന്ധിസത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാവും. അവിടെ ഗാന്ധിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ വിമർശനം അത് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള കുടിൽ വ്യവസായങ്ങള്, അതുപോലെ തന്നെ സ്വരാജ്, ട്രസ്റ്റിഷിപ്പ്, രാമരാജ്യം, സ്റ്റേറ്റും, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും, ഇതെല്ലാം ഗാന്ധിസത്തിൽ വിശദീകരിക്കുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ലിബറലിസം. ലിബറലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചോദിക്കും. അതും ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഓക്കെ, ഈ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുമായി ഇതിൻ്റെ എല്ലാം ഒരു വിശദമായ ഒരു കുട്ടികൾക്കെല്ലാം ഗഹനമായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന വീഡിയോ ക്ലാസ്സുകളെല്ലാം ഞങ്ങളുടെ അക്കാദമിയായ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം ലഭ്യമാകും. നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ അക്കാദമിയുടെ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.